പോഷകാഹാര പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ നിന്ന് വിതരണം ചെയ്ത ബിസ്ക്കറ്റ് കഴിച്ച 80 കുട്ടികൾ ആശുപത്രിയിൽ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുന്നത് ഒരു കിഡിലൻ ടിപ്സാണ്. അതായത് നമ്മുടെ ഫോണിലെല്ലാം നമ്മുടെ എല്ലാവരുടെ ഫോണിലും ഉണ്ടായിരിക്കും. പക്ഷേ ചിലർക്ക് ഇതൊന്നും അറിയത്തില്ല. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തൊട്ട് വായിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് സെക്ഷനാണോ നമുക്ക് വായിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷാണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളമാണ് മലയാളം, തമിഴാണ് തമിഴ്, തെലുങ്കാണ് തെലുങ്ക്, ഏത് ലാംഗ്വേജിലാണോ നമുക്ക് റീഡ് ചെയ്യേണ്ടതെന്നുള്ളതെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലോണം സ്പീച്ചായിട്ട് നമുക്ക് പ്രോംപ്റ്റ് ചെയ്ത് തരും. അതാണ് ഈ ടിപ്സിൻ്റെ ഇത്. എല്ലാവരുടെയും ഫോണിലുണ്ട്. അതുകൊണ്ട് ഇനി വായിച്ച് കഷ്ടപ്പെടേണ്ട. നമുക്ക് വായിക്കേണ്ട ആ സ്ഥലം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് അതേപോലെ നമുക്ക് കേൾക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ ഫോണിൽ ഒരു ആക്സസിബിലിറ്റി ഉണ്ട്. അത് ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറഞ്ഞ ഒരു സെക്ഷനാണ്. അപ്പം ഞാൻ എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാവരും ഫോണിലുണ്ടാവും. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ പഴയ ഫോണിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് തോന്നുന്നുണ്ട് പഴയ ഫോണുകളിലൊന്നും അവൈലബിൾ അല്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഉള്ള എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും ഇത് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏത് സെക്ഷൻ എടുക്കുക, സെറ്റിങ്സിലേക്ക് പോവാം. നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് മുകളിൽ സെർച്ച് ബാർ എടുത്തിട്ട് അവിടെ ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് ആക്സസിബിലിറ്റി പോയി കഴിഞ്ഞാൽ നമ്മുടെ സെലക്ട് ടു സ്പീച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ഓൺ ആക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കിട്ടും. ഈ ഇൻ്റർഫേസിൽ സെലക്ട് ടു സ്പീച്ച് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ട് ഓഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും താഴെ. അത് ജസ്റ്റ് ഒന്ന് ഓണാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അലോ പെർമിഷൻ ചോദിക്കും. നിങ്ങളൊന്ന് ജസ്റ്റ് അലോ കൊടുക്കുക. അപ്പോൾ ഗോട്ടിറ്റ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക. ഓക്കെ. അപ്പോൾ റൈറ്റ് സൈഡിൽ കണ്ടോ, എനിക്കൊരു സ്പീക്കറിൻ്റെ പല ഒരു സൗണ്ടിൻ്റെ ഒരു ചിഹ്നം പോലെ ഇവിടെ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഏത് പോർഷനാണോ വേണ്ടത് ഞാൻ കാണിച്ചുതരാം. അപ്പം ഞാനൊരു മനോരമേൻ്റെ ഒരു പോഷകാഹാര പദ്ധതിയുടെ ഭാഗമായി എന്ന് പറഞ്ഞിട്ട് ഒരു ഫീച്ചറാണ്. ആ ഫീച്ചർ ജസ്റ്റ് ഞാൻ ഇത് ടെക്സ്റ്റ് ഒന്ന് ആ സ്പീക്കറിൻ്റെ ചിഹ്നം ഒന്ന് ഓണാക്കി എന്നിട്ട് എത്ര പോർഷനാണ് വേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ. പോഷകാഹാര പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ നിന്ന് വിതരണം ചെയ്ത ബിസ്ക്കറ്റ് കഴിച്ച 80 കുട്ടികൾ ആശുപത്രിയിൽ. മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജിനഗർ ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ശാരീരികാസ്വസ്ഥയുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ സൈഡിലെ ക്ലോസ് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. ഇതൊരു സിമ്പിളാണ്. അപ്പം നിങ്ങൾക്ക് എത്ര വലിയ പോർഷനാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്ത് അത് സ്പീച്ചായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് തരും. ഓക്കെ. ഇതൊരു കിഡിലിന് ടിപ്സാണ്. നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടാവും, അറിയത്തില്ലാത്തൊരു ജസ്റ്റ് ഒന്ന് ഇത് അവസാനം വരെ കാണും. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിതിൻ്റെ ലാംഗ്വേജസൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് സെറ്റിങ്സ് കയറി കഴിഞ്ഞാൽ ടെക്സ്റ്റ് ടു സ്പീച്ച് സെറ്റിങ്സ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ലാംഗ്വേജ് മലയാളം ആയിട്ട് ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് മലയാളമാണെങ്കിൽ മലയാളം കൊടുക്കും, മറാഠിയാണെങ്കിൽ മറാഠി, ഇംഗ്ലീഷാണെങ്കിൽ ഇംഗ്ലീഷ്, വേറെയുള്ള സെക്ഷൻസാണ് നിങ്ങൾ കൊടുക്കണം. എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ ലാംഗ്വേജ്, പിന്നെ സ്പീച്ച് റേറ്റ്, അതിൻ്റെ എത്ര സ്പോക്കണിൻ്റെ എത്ര ഇത് വേണമെന്നുള്ള, പിന്നെ പിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇത് ഇംഗ്ലീഷിൻ്റെ സ്ഥലമാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. Read text on images. Experimental. Tap on text within photos so the camera viewfinder to hear the text read aloud. ഓക്കെ. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറഞ്ഞാൽ. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എല്ലാവരുടെ ഫോണിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും ഏതെങ്കിലും ഒരു സമയത്തിന് വേണ്ടി. അപ്പം വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജസ്റ്റ് ഈ ടിപ്സ് ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാം. അപ്പം ഇതേപോലെയുള്ള ചെറിയ ടിപ്സിന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്യണം കേട്ടോ. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കാനാണ്. അപ്പം അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നിടം വരെ ഓക്കെ, ബൈ, താങ്ക്സ്.